പ്രഭാഷണത്തിനായിട്ട് നമ്മുടെ മഞ്ജു ഷാജി മറിയപ്പള്ളി ഏറെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് ക്ഷണിച്ചു കൊള്ളുന്നു. ശ്രീനാരായണ പരമഗുരവേ നമഃ. നമോ ഭഗവതേ നിത്യശുദ്ധമുക്തമഹാത്മനേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ കോടി കോടി പ്രണാമം. കുമാരനാശാൻ കുടുംബയോഗം വാഴയപ്പറമ്പ് ശാഖ നമ്പർ 31 വേളൂർ. ഈ കുടുംബയോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ച ഇവിടുത്തെ ഗ്രഹനാഥയായ ഓമന രാജപ്പന് ആദ്യമേ നന്ദി പറയുന്നു. ഈ കുടുംബയോഗത്തിൻ്റെ കൺവീനർ എൻ ശ്രീനിവാസൻ, അധ്യക്ഷൻ ശ്രീ രാജീവ് കേസ്, സ്വാഗതം പറഞ്ഞ ഷാജി AR, ഉദ്ഘാടകൻ ശ്രീ ഗോപിനാഥൻ തമ്പി, ശാഖാ സെക്രട്ടറി. ആദരിക്കുന്ന ശ്രീ ബിപിൻ ഷായെ ഇവിടെ ആദരിക്കുന്നുണ്ട്. ബിപിൻ ഷായും കൂടെ കാണാമല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട്. ഇതിൻ്റെ ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ രാജൻ PA, ശ്രീ അജിത്ത് പാലത്തിങ്ങൽ, കൃതജ്ഞത പറയുന്ന MN ശ്രീനിവാസൻ. എല്ലാവർക്കും, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മാതാപിതാക്കളെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ പ്രണാമം. നേരത്തെ ഒരു തിരുവാതിരക്കലൊരു കുടുംബയോഗത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. വത്സമ്മ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ ചേച്ചിയുടെ വീട്ടിൽ, അതും എൻ്റെ നാത്തൂനാണ്. അപ്പോൾ ഭഗവാന്റെ തിരുചരിതം അല്ല ഗുരുവിനെ പറ്റി പറയാനുള്ള ആഗ്രഹം കൊണ്ട് ഏത് വേദി കിട്ടിയാലും സന്തോഷം തന്നെ. ഭഗവാനെ നമ്മൾ ഒത്തിരി കേട്ടു, പഠിച്ചു, മനസ്സിലാക്കി. എന്താണ് നമ്മുടെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്, ആ എനർജി എന്താണ്, അതേപ്പറ്റി എനിക്കൊന്ന് വിശകലനം ചെയ്യണമെന്നുണ്ട്. നമ്മൾ സാധാരണ എപ്പോഴും ഗുരുദേവകൃതിയും ഗുരുദേവ ധർമ്മവും ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മളിൽ എത്രമാത്രം പരിവർത്തനം വന്നിട്ടുണ്ട്, അതാണ് ഞാൻ ഇന്ന് എടുത്തേക്കുന്ന വിഷയവും. മനസ്സിനെ ഒരു വിസ്മയമാക്കി ശ്രീനാരായണ ഗുരുദേവൻ എങ്ങനെയാണ് മാറ്റിയിരിക്കുന്നത്, ഈ കേൾക്കുന്ന കാര്യങ്ങൾ ഏത് രീതിയിലാണ് നമ്മുടെ ഉള്ളിലേക്ക് വന്നിട്ട് അത് നമ്മളിൽ എങ്ങനെയാണ് ജ്വലിച്ച് നിൽക്കുന്നത്. പ്രഭാഷണം പറയാൻ വരുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസ കുറവ്, അത് പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അത് മാറ്റാനായിട്ട് ഭഗവാനോട് തന്നെ പ്രാർത്ഥിക്കാറുണ്ട്. എത്ര വേദികൾ കിട്ടിയാലും സമയമാകുമ്പോൾ നമുക്കൊരു വിറയൽ വരും. അത് എന്തോ ഒരു എനർജിയുടെ കുറവാണ്. അത് സമൂഹത്തിൽ ഇരിക്കുന്ന ആൾക്കാരും എല്ലാവരും ഒരേ ഒരു ഭഗവാനിലേക്ക് അപാരമായ ഭക്തിയിൽ ലയിച്ചിരിക്കണം. അപ്പം നമുക്കും വരുന്നവർക്കും കേൾക്കുന്നവർക്കും ഒരേപോലെ അതിൻ്റെ അനുഭവം കിട്ടും. നമുക്ക് യഥാർത്ഥത്തിൽ ഭക്തി എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ആചരിക്കുന്നുണ്ടോ? നമ്മൾ നിത്യവും വിളക്ക് കത്തിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അമ്പലത്തിൽ പോകുന്നു. നമ്മൾ മനസ്സ് നല്ല ശുദ്ധമാക്കി വെച്ച് അവിടെ നെയ്യൊഴിച്ച്, വിളക്കിനകത്ത് എണ്ണയൊഴിച്ച് നെയ്യൊഴിച്ച് കത്തിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ശക്തിയെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ മനസ്സിൽ പരിപാവനമായി മനസ്സിനെ കാത്തു സൂക്ഷിക്കണം. അതിനകത്ത്
അസൂയ, കുശുമ്പ്, കോപം, അഹങ്കാരം, അസഹിഷ്ണുത, അങ്ങനെ കുറേ മാലിന്യങ്ങളുണ്ട്. ഈ മാലിന്യങ്ങളെ നമ്മൾ മാറ്റണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഗുരുദേവ കൃതി നമ്മൾ നന്നായിട്ട് ആലപിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം അറിഞ്ഞ് ഏകാഗ്രമായ ഭക്തിയോടെ നമ്മളിരുന്ന് പ്രാർത്ഥിക്കണം. അവിടെയുള്ള ആ മനസ്സിലെ ഈശ്വരൻ വരത്തുള്ളൂ. നമ്മൾ വഴിപാടായിട്ട് ഒരു പ്രാർത്ഥനയും ചെയ്യരുത്. ചെയ്യുന്നത് ഹൃദയത്തോട് തൊട്ടറിഞ്ഞിരുന്ന് വേണം പ്രാർത്ഥിക്കാൻ. ഓരോ പ്രാർത്ഥനയിലും ശ്രീനാരായണ ഗുരുദേവൻ എന്ന ശക്തി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു, നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുന്നു. ഈ ഹൃദയത്തിലെ ഇരിപ്പിടത്തിൽ എനിക്കിരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ രീതിയിൽ ഇവർ ജീവിക്കുന്നുണ്ടോ? ധർമ്മപഞ്ചകം അനുഷ്ഠിക്കുന്നുണ്ടോ? ശുദ്ധി പഞ്ചകം അനുഷ്ഠിക്കുന്നുണ്ടോ? ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു. പക്ഷേ ഇത് മനസ്സിനെ എങ്ങനെ പരിവർത്തനം നടത്തുന്നു? നമ്മുടെ ചിന്തകൾ. ആ ചിന്തകളാണ് നമ്മളെ പല രീതിയിലേക്ക് കൊണ്ടുപോകുന്നത്. ആ ചിന്തകൾ എന്താണോ നമ്മൾ ചിന്തിക്കുന്നത്, നാം ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും നിമിഷത്തിൽ എപ്പോഴെങ്കിലും ചിന്തിച്ച കാര്യങ്ങൾ ഭയത്തോടെയാണ് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല ചിന്തകളായിക്കൂടെ? ആ നല്ല ചിന്തകളാണേലും ആ ചിന്തകളാണ് നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതെങ്കിൽ നമുക്കതൊരു പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റുമല്ലേ? അപ്പം നമ്മൾ ചിന്തകളെ എപ്പോഴും നല്ല പോസിറ്റീവായിട്ട് കാണണം. നമ്മുടെ കഷ്ടപ്പാട്, ദുരിതം, ദുഃഖം, കടം, ബാധ്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയാതെ നമുക്ക് നമ്മുടെ മനസ്സിനോട് നമുക്ക് സംസാരിക്കണം. എനിക്ക് ധനമുണ്ട്, ഞാൻ ധനാഢ്യയാണ്, എനിക്ക് ആരോഗ്യമുണ്ട്, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല, ഞാൻ ഊർജ്ജസ്വലയാണ്. ഇങ്ങനെ നമ്മൾ മനസ്സിനോടൊന്ന് പറഞ്ഞു നോക്കിയാൽ മനസ്സിൻ്റെ ശക്തി നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം മനസ്സിനെ നല്ല ചിന്തകൾ, നല്ല ഇപ്പം പഠിക്ക് വല്ലാത്തൊരു കുട്ടി എന്താ വിചാരിക്കേണ്ടത്? ഞാൻ എത്ര പഠിച്ചാലും തലയിൽ കയറില്ല, അല്ലെങ്കിൽ ടീച്ചർമാർ വഴക്ക് പറഞ്ഞ് പേരൻസ് വഴക്ക് പറഞ്ഞ് താരതമ്യം ചെയ്യുന്നു. ഇത് മാത്രമാണ് ആ കുട്ടിയുടെ ചെവിയിലേക്ക് കേൾക്കുന്നത്, അവൻ്റെ ചിന്തയിലേക്ക് കൊടുക്കുന്നത്. അതേസമയം അവനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവരാൻ, നീ മിടുക്കനാണ്, നീ ഈ പ്രാവശ്യം തോറ്റെങ്കിലും നീ അധ്വാനിച്ച് പഠിക്കുക, ആ തോൽവി നിൻ്റെ ഒരു പരാജയമല്ല, നിൻ്റെ ഒരു പ്രശ്നമല്ല, നിനക്ക് പഠിക്കാനൊരവസരമാണ് എന്ന് ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടി സന്തോഷത്തോടെ പഠിക്കും. അവന് ആ ഒരു തോൽവിയിൽ നിന്ന് അവൻ പിന്നെ വലിയ വിജയത്തിലേക്ക് കരയേറും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്നേഹത്തിന് കുറവാണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കണം? സ്നേഹമില്ല, എന്നോടാർക്കും സ്നേഹമില്ല, എന്നെ എല്ലാവരും ഒഴിവാക്കുകയാണ്, അല്ലെ വീട്ടിൽ സ്നേഹം കിട്ടുന്നില്ല. അങ്ങനെയുള്ളവരെന്ത് ചിന്തിക്കണം? അവർ ചിന്തിക്കേണ്ടത് സ്നേഹം എന്നെ എല്ലാവരും സ്നേഹിക്കുന്നു, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു, അങ്ങനെ ചിന്തിക്കുക. അപ്പോൾ സ്നേഹം കൊടുത്താൽ നമുക്ക് ഇങ്ങോട്ട് കിട്ടും. നമ്മൾ എപ്പോഴും ഇങ്ങോട്ട് കിട്ടുന്നതിനെ പറ്റിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ സ്നേഹത്തെ കൊടുത്തുകൊണ്ടേയിരിക്കുക, നമ്മൾ ഇഷ്ടത്തെ കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരാളെ നമ്മൾ ഇഷ്ടപ്പെടുമ്പോൾ ആ വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടും. ഇതൊക്കെയാണ് അട്രാക്ഷൻ, നമ്മൾ ആകർഷണ നിയമം എന്ന് പറയും. നമ്മൾ എന്താണോ ചിന്തിക്കുന്ന ആ ചിന്തകളാണ് നമ്മളെ ഇങ്ങനെ ദുഃഖിതരാക്കുന്നത്. അതുപോലെ ആ ചിന്തകളാണ് വികാരങ്ങളായിട്ട് വരുന്നത്. ആ ചിന്തകളുടെ പ്രസരണം നമ്മൾ സ്നേഹം ഒരു വികാരമാണ്, അല്ലേ? ആ ദുഃഖം ഒരു വികാരമാണ്. ഇതെല്ലാം നമ്മളിലേക്ക് വരുന്നത് നമ്മുടെ ആ ചിന്ത ശരിയാകാത്തതുകൊണ്ടാണ് വികാരങ്ങളാണ്. ആ വികാരങ്ങളെ വികാരം മാറ്റാൻ ശ്രമിക്കുമ്പോൾ, ആ ചിന്തകളെ മാറ്റി വികാരം മാറ്റുമ്പോൾ നമ്മളിൽ നല്ല പ്രവർത്തനങ്ങൾ വരും, നമുക്ക് നന്നായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും. ഇങ്ങനെ മനസ്സിനെ എന്ത് ചിന്തകൾ നമ്മൾ തീരുമാനിക്കണം. നാമാണ് നമ്മുടെ മനസ്സിൻ്റെ സൃഷ്ടി. നമ്മുടെ ഗുരുദേവൻ പറഞ്ഞു, നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും സൃഷ്ടിജാലവും.
അപ്പോൾ ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്ന നല്ലൊരു മനഃശാസ്ത്രജ്ഞനായ ഗുരുദേവൻ കൃതികൾ കൂടി ദൈവോപനിഷത്തിൽ കൂടി നമുക്ക് പറഞ്ഞു തന്നിട്ട് നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചില്ല. അപ്പം നമ്മൾ അറിവ് എന്നുള്ള ആ ലോകത്തേക്ക് ഉയരുമ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അറിവല്ല, തിരിച്ചറിവും വേണം. ആ തിരിച്ചറിവ് കിട്ടണമെങ്കിൽ നമ്മൾ ഗുരുദേവ കൃതി പഠിക്കുമ്പോൾ ആ ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് പഠിക്കണം. ഗുരു പറഞ്ഞു, നീയാണ് സൃഷ്ടി, നീയാണ് നിൻ്റെ മനസ്സിൻ്റെ സൃഷ്ടാത, നീ തന്നെയാണ് ഈ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം. വേറെ ആരും പുറത്തുനിന്ന് കൊണ്ട് തരുന്നതല്ല, എല്ലാത്തിനും കാരണം നാം തന്നെയാണ്. അപ്പം നാം നന്നായാൽ നമ്മുടെ മനസ്സും നന്നാവും. അപ്പം നല്ലൊരു സൃഷ്ടാവാകാനും നമ്മളെ കൊണ്ടേ സാധിക്കൂ. നമ്മുടെ മനസ്സിലൊരു ഇരുട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിലൊരു പ്രകാശവും ഇല്ലെങ്കിൽ ഒരു വ്യക്തിക്കും പുറത്തുനിന്ന് ഒരു വിളക്ക് കത്തിച്ച് അകത്ത് വെക്കാൻ പറ്റില്ല. പറ്റുമോ? നിങ്ങളും എൻ്റെ കൂടെ കൂടും. പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് വേണം? നമ്മുടെ ഉള്ളിൽ ഇരുട്ട് നീക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിൽ ഒരു വിളക്ക് കത്തിച്ച് വെക്കണം. ആ വിളക്കിൻ്റെ ശോഭയിൽ നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ എങ്ങോട്ടായിരിക്കുന്നത്? എല്ലാം പുറത്തോട്ടല്ലേ അല്ലേ? പുറത്തുനിന്നുള്ള എല്ലാം കൊണ്ട് നമുക്ക് തരും. അതുപോലെ ഉള്ളിലിരിക്കുന്ന അറിവിനെ നമ്മൾ അറിയുന്ന ഈ പഞ്ചേന്ദ്രിയങ്ങൾ കൂടിയാണ്. അതിനാണ് എന്നാ ചെയ്യണം? കഴിവിനെ 5 മുള്ളടക്കി നമ്മൾ ഉള്ളിലേക്ക് നോക്കണം. ആ ഉള്ളിലേക്ക് നോക്കണമെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ ഉള്ളിലെ ആ ശക്തിയെ തിരഞ്ഞ് തേറിടണം. നമ്മളെപ്പോഴും പുറത്തേക്ക് മാത്രമേ നമ്മുടെ ശ്രദ്ധ പോകുന്നുള്ളൂ. അല്പസമയം ഈശ്വരാ, നീ തരുന്ന കാഴ്ച കൊണ്ടാണല്ലോ ഞാൻ ഈ ലോകത്തെ കാണുന്നത്, നീ തരുന്ന ശബ്ദം കേൾക്കുന്ന എൻ്റെ ചെവി കൊണ്ടാണല്ലോ. ഇങ്ങനെ ഓരോ അവയവവും നമുക്ക് തന്നത് നമുക്ക് ഓരോ വികാരങ്ങളെ പറ്റിയുള്ള അറിവ് നേടാനാണ്. അത് നമുക്ക് നമ്മുടെ അറിവ് നേടാനായിട്ട് ഉപയോഗിച്ചുകൂടെ? നമ്മുടെ ഉള്ളിലെ അറിവ്, നമ്മുടെ ആ തിരിച്ചറിവ്, നമ്മൾ സന്തോഷമായിട്ടിരിക്കാൻ, നമുക്ക് ആനന്ദത്തോടെ ഇരിക്കാൻ, നീ സത്യം ജ്ഞാനം ആനന്ദം. ഗുരു ഇത് എത്ര പ്രാവശ്യം നമ്മളോട് പറഞ്ഞു. നമ്മൾ ആനന്ദത്തോടെ ജീവിക്കണം. നമ്മൾ ജീവിച്ചു. ഓരോരുത്തരും ജീവിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുന്നത്? ഞാൻ എങ്ങനെയൊക്കെയോ ജീവിച്ചു പോയി, ഇത്രയും കാലം ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പോയി. അപ്പം നമുക്ക് ഇന്നു മുതൽ തീരുമാനം എടുക്കണം. ചൊട്ടയിലെ ശീലം അല്ലേ? എന്നാൽ തിരുത്തിക്കോ. ചൊട്ടയിലെ ശീലം എപ്പോൾ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നു ഇതുവരെ നമുക്ക് കുറച്ച് ശീലം, ഞാൻ ഇങ്ങനെ ചെയ്യൂ അല്ലേ? അമ്മമാരങ്ങനെ ഷാട്ടി പിടിക്കത്തില്ലേ? എനിക്കങ്ങനെ ഒരു ചിട്ടയുണ്ട്, അതിൽ ഞാൻ മാറത്തില്ല. നല്ല ചിട്ടയായിക്കോട്ടെ, ചില ദുശാഠ്യങ്ങളുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അതിനെല്ലാം പരിവർത്തനം. നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റം വരുത്താം. ഞാൻ അങ്ങനെയാണോ? ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത് എങ്ങനെയാണ്? കരുണയുണ്ടോ? സ്നേഹമുണ്ടോ? ഇല്ലെങ്കിൽ നമ്മളത് ഉണ്ടാക്കിയെടുക്കണം. അപ്പം നമ്മളോട് മറ്റുള്ളവർക്ക് അതേ സ്നേഹത്തിൻ്റെ വികാരം തോന്നും. അപ്പം നമ്മൾ പരസ്പരം സ്നേഹിക്കുക അല്ലേ? സന്തോഷമായിട്ടിരിക്കുക. അതുപോലെ നമുക്ക് ബന്ധങ്ങൾ വേണം, നല്ല ബന്ധങ്ങൾ വേണം. ഈ ബന്ധങ്ങൾ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ സംസാരത്തിൽ കൂടെയല്ലേ? നമ്മളോട് സ്നേഹം, നമ്മളോട് കൂട്ടുകൂടാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ അടുത്ത് ചെന്നാൽ നല്ല സന്തോഷമാണ്, എപ്പോഴും ഒരു മുഖത്ത് നല്ല പുഞ്ചിരിയാണ്. അതൊക്കെ സ്വായത്തമാകണമെങ്കിൽ നമ്മുടെ ഉള്ളു ക്ലിയർ ആയിരിക്കണം. ഉള്ളിൽ സന്തോഷമുണ്ടെങ്കിൽ മുഖത്ത് ആ വെട്ടം വരും. നമുക്ക് എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കാൻ സാധിക്കും. ഈ സന്തോഷം മാത്രമാണോ നമ്മുടെ ജീവിതത്തിൽ? നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ഉണ്ട്. ദുഃഖമില്ലെന്നാരും പറയുന്നുണ്ടോ? കടമില്ലെന്നാരും പറയുന്നില്ലല്ലോ. പക്ഷേ അതതിൻ്റെ വഴിക്ക് നടക്കും. എൻ്റെ മനസ്സ് എൻ്റെയാണ്, ഇതിനെ ഞാനതിന് കീഴ്പ്പെടുത്തില്ല. അപ്പം ഇതൊക്കെ നമ്മുടെ കുന്തി പറയുന്നല്ലേ, ദുഃഖം എന്താ കൃഷ്ണനോട് പറയുന്നല്ലേ, എനിക്ക് ദുഃഖമുണ്ടല്ലേ നിന്നെ എനിക്ക് വിളിക്കാൻ സാധിക്കും. നമുക്കെല്ലാം തികഞ്ഞാൽ നമ്മൾ ദൈവത്തെ അറിയുമോ? ഇല്ല. അതിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ദുഃഖമൊക്കെ തരുന്നത്. അപ്പം ദൈവത്തിന് നമ്മളെ ആവശ്യമുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ സുഖവും ദുഃഖവും അനുഭവകാലം അല്ലേ? സുഖവും ദുഃഖം ഇല്ലായിരിക്കുമോ? ഒരു ക്ലോക്കിൻ്റെ പെണ്ടുലം പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ടാടുന്ന പോലെ തന്നെ അതേ ആയത്തിൽ തിരിച്ചു ആടും അല്ലേ? അപ്പം നമുക്ക് സ്ഥിരമായിട്ടിരിക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ സുഖവും ദുഃഖവും ഉണ്ട്. ഈ സുഖത്തിലും ദുഃഖത്തിലും നമുക്ക് സ്റ്റഡിയായിട്ടിരിക്കാൻ സാധിക്കണം.
നമുക്കൊരു ആനന്ദം കിട്ടുമ്പോൾ നമ്മളൊരാൾ പുകഴ്ത്തുമ്പോൾ അപ്പം നമ്മൾ ഒത്തിരി സന്തോഷിക്കാൻ പാടില്ല. നമ്മൾ സ്റ്റെബിലിറ്റിയിലിരിക്കുക. അതുപോലെ നമ്മളെ ഇകഴ്ത്തുമ്പോൾ, നമ്മളെ കുറ്റം പറയുമ്പോൾ അത് നമ്മളെ ബാധിക്കില്ല. അത് എന്നെ എന്ന് പറയുന്ന ഒരാളില്ലേ, ഒരാത്മാവില്ലേ, ഇല്ലേ? ആ ആത്മാവിനെയാണ് നമ്മൾ അറിയേണ്ടത്. നമ്മുടെ ശരീരം ഇങ്ങനെ ആഹാരമൊക്കെ കൊടുത്ത് നമ്മൾ നല്ല പുഷ്ടിയുള്ളതാക്കുക, അല്ലേ? അന്നമയ കോശം ഒരു കരുവാണെങ്കിൽ അതിൻ്റെ അകത്താണ് പ്രാണമയ കോശം, അതിൻ്റെ അകത്താണ് മനോമയ കോശം, അതിൻ്റെ അകത്താണ് വിജ്ഞാനമയ കോശം, അതിൻ്റെ അകത്താണ് ആനന്ദമയ കോശം. ഈ ആനന്ദമയ കോശം ആത്മാവിനോട് തൊട്ടിരിക്കുകയാണ്. അപ്പോൾ ആനന്ദത്തിലെത്തണമെങ്കിൽ എത്ര സ്റ്റെപ്പ് നമ്മൾ കയറി ചെല്ലണം. അപ്പം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൊരാഗ്രഹമുണ്ട്. നമുക്കെന്താണ്? നമുക്ക് ഈ ലോകത്തുനിന്ന് മോക്ഷം കിട്ടിപ്പോണമെന്നല്ലേ ആഗ്രഹം, അല്ലേ? മോക്ഷമെന്ന് പറഞ്ഞാൽ എന്നാ? നമ്മൾ സുഖമായിട്ട് ജീവിച്ച് നല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിക്കണം. മോക്ഷം എന്ന് പറഞ്ഞ പാരതന്ത്ര്യം നമുക്ക് പാടില്ല, അല്ലേ? കൂട്ടിലിട്ട കിളിയാണെങ്കിലും പാരതന്ത്ര്യം വന്നാൽ അതിന് സ്വാതന്ത്ര്യമില്ല, തീർന്നില്ലേ? അപ്പം നമുക്ക് എപ്പോഴാണെങ്കിലും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ കഴിയുന്നതാണ് നമ്മുടെ മോക്ഷം. ആ മോക്ഷത്തിന് വേണ്ടി നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഗുരുവിന് നമ്മൾ എന്താണോ കൊടുക്കേണ്ടത്, മനമലർ കൊയ്തു മഹേശ പൂജ ചെയ്യും മനുജന് മറ്റൊരു വേല ചെയ്തിരണ്ട. അപ്പോൾ ഈ മനസ്സാകുന്ന പൂവാണ് അറുത്ത് ഭഗവാന് കൊടുക്കേണ്ടത്. അപ്പം ഏത് പ്രാർത്ഥനാ ഹാളിൽ എവിടെ പ്രാർത്ഥിച്ചാലും നമ്മൾ ഭഗവാന്റെ കൃതി ചൊല്ലുമ്പോൾ അല്പസമയം അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുക. ഒരു പ്രാർത്ഥനയെ നമ്മൾ വീട്ടിൽ രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ളെങ്കിലും നമ്മൾ എങ്ങനെ വേണം? ഭയഭക്തി ബഹുമാനത്തോടെ പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരും ഭദ്രകാളി അഷ്ടമൊക്കെ രാവിലെ ചൊല്ലുന്നവരായിരിക്കും, അല്ലേ? എല്ലാവരും ചൊല്ലുമോ? ചൊല്ലും. ഭദ്രകാളി അഷ്ടം ചൊല്ലുന്നവരുടെ ജീവിതം ഭദ്രമായിട്ട് തന്നെ പോകും. അപ്പം രാവിലെ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി നാമമൊന്നും ചെല്ലാൻ മേലെങ്കിലും നമ്മുടെ ഗുരു എഴുതിയ ഭദ്രകാളി അഷ്ടകം ഒന്ന് ചൊല്ലുക, അത് മാത്രം ചൊല്ലുക. ആദ്യം ചൊല്ലാൻ പാടാണെങ്കിലും പിന്നെ ചൊല്ലി നമുക്കത് ഈസിയാവും. അപ്പോൾ അത് ചൊല്ലുക. അതുപോലെ വേണ്ടതാണ് എന്താണ്? വിളക്ക് കത്തിക്കുമ്പോൾ നമ്മളൊരു ഹോമമന്ത്രമുണ്ട്. ഒരു ഹോമമന്ത്രം, അതൊക്കെ എല്ലാവരും ചൊല്ലുന്നുണ്ടോ? ആ ഹോമമന്ത്രവും ചൊല്ലണം. എല്ലാം നമ്മൾ ചൊല്ലണമെങ്കിലും ഒരു വിളക്ക് കത്തിക്കുമ്പോൾ നമുക്ക് വീട്ടിൽ ഹോമമൊന്നും നടത്താൻ നമുക്കെന്നും സാധിക്കില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് അടുപ്പിൽ തീ കത്തിക്കുമ്പോൾ, അടുപ്പിൽ കത്തിക്കണ്ട, ഇപ്പം അടുപ്പിലല്ലല്ലോ, നമുക്കെന്താ? ഗ്യാസാണ്. ആ ഗ്യാസിൽ കത്തിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചൊല്ലണം? ഭഗവാനെ, ഈ അഗ്നിയെ, ബ്രഹ്മത്തെ നമ്മുടെ കൺമുമ്പിൽ കാണിച്ചുകൊണ്ട് ഗുരു എഴുതി തന്ന മന്ത്രം, ആ മന്ത്രം നമ്മൾ ഭക്തിയോടെ ചൊല്ലുമ്പോൾ നമ്മുടെ എന്നൊക്കെ പോകുന്ന മനസ്സിലെ അഹങ്കാരം എല്ലാം പോവും. ഏഴ് തിരിയാണ് നമുക്കല്ലേ? 7 തിരിയിട്ട് കത്തിക്കാൻ പറ്റും. ആ 7 തിരിക്ക് ഗുരുദേവൻ പറഞ്ഞ എന്താണ്? പഞ്ചേന്ദ്രിയങ്ങളെയും മനസ്സിനെയുമാണ് നമ്മളിവിടെ ഹോമിക്കുക. അവസാനം നമ്മൾ എന്തും കൂടെ നമ്മുടെ അഹം ഈ ത്യാജ്യം ജുഹോമി, നമ്മുടെ ഞാൻ എന്നെ തന്നെ ഹോമിക്കുന്നു. അപ്പം നമ്മൾ എവിടെയും പഠിക്കുന്ന എന്താണ്? അഹം, ഞാനെന്ന ഭാവം കളഞ്ഞിട്ട് ഞാൻ ആരായിത്തീരണം? ഞാൻ ഈശ്വരൻ്റെ പ്രതിപുരി. നമ്മളും ഈശ്വരൻ തന്നെ. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ച് നമുക്ക് മനസ്സിലാകും നാമും ഈശ്വരനും ഒന്നായിത്തീരുന്നു. ഗുരു പറഞ്ഞ പോലെ നമുക്കും ഗുരുവിനെ പോലെ ആകാൻ സാധിക്കും. എങ്ങനെ വേണം? ഈ ജപവും ധ്യാനവും ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭയഭക്തിയോടെ ചൊല്ലാൻ സാധിക്കണം. അപ്പം ഹോമമന്ത്രം ചൊല്ലുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. ഓം അഗ്നേ തവ യത്തേജസ്തത് ബ്രാഹ്മം അധസ്തം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഹ ത്വയി വിഷയ ഇതി സമിതോ ജുഹോമി അഹം ഇത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രയച്ഛ സ്വാഹ. നമ്മുടെ വിപിൻഷായാണ് നല്ല ശബ്ദത്തിൽ ചൊല്ലുമ്പം ഉറങ്ങുന്നവരൊക്കെ
എഴുന്നേൽക്കും. എനിക്ക് അത്ര ശബ്ദത്തിലൊന്നും പറയാൻ അറിയത്തില്ല, പക്ഷെ ഉറങ്ങരുത്. ഉറങ്ങുന്നവരുടെ അടുത്ത് ഒരു നെഗറ്റീവ് എനർജി ഉണ്ട്. ആരും ഉറങ്ങരുത്, ഈ രാവിലത്തെ സമയത്തൊന്നും ഉറങ്ങരുത്. നല്ല സന്തോഷത്തോടെ നട്ടലിലൊക്കെ നിവർത്തിയിരുന്ന് വേണം ഗുരുവിനെ കേൾക്കാൻ. ഇതെങ്ങനെയാ ഇട പിങ്കള എന്ന 2 നാഡിയുടെ അടുത്തൊരു സുഷുമ്നാ നാഡി, അതിനകത്തൂടെയാണ് ഈ മൂലാധാരവും സ്വാധിഷ്ഠാനവും മണിപൂരവും അനാഹതവും പിന്നെ വിശുദ്ധി ആജ്ഞയും കഴിഞ്ഞ് സഹസ്രാര പത്മത്തിലെത്തി ഇങ്ങനെ നൃത്തമാണെന്നല്ലേ 8 ചുറ്റോട് കിടക്കുന്ന ആ കുണ്ടലിനിയെ ഇങ്ങനെ ഉണർത്തിക്കൊണ്ട് നട്ടല് നിവർത്തിയിരുന്ന് നമ്മുടെ ശരീരത്തിലെ വൈബ്രേഷൻ ഉണ്ടാക്കണം, എനർജി ഉണ്ടാക്കണം, ഊർജ തരംഗങ്ങളെ നമ്മൾ ഉന്മേഷത്തിലാക്കണം. അപ്പോൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് കിട്ടിയെന്ന് തോന്നത്തുള്ളൂ. നമ്മൾ ചുമ്മാ ഒരു വഴിപാടായിട്ട് ഈശ്വരനെ പ്രാർത്ഥിക്കരുത്. അതുപോലെ ദൈവമേ ഞാൻ ഇത്ര വഴിപാട് നടത്തിക്കോളാം, നീ എനിക്കത് സാധിച്ചു തരണമെന്ന് ഒരിക്കലും പറയരുത്. ദൈവം നമ്മുടെ വേലക്കാരനല്ല. ദൈവം വേലക്കാരനാണോ? ഞാനിത് കൂലി തരാം, നീ എനിക്കത് ചെയ്തു തരണം. അതൊക്കെ നമ്മൾ ഇത്രയും നാളും പറഞ്ഞു. ഇനി നമ്മൾ പറയരുത് ദൈവമേ നീ നിൻ്റെ ഇച്ഛ എന്നിൽ നടപ്പാക്കുക, എൻ്റെ ഇച്ഛയല്ല. അപ്പം നിൻ്റെ ഇച്ഛ എന്നിൽ നടപ്പാക്കണമെങ്കിൽ ഞാൻ ആരായിരിക്കണം? ഞാൻ നല്ല പരിശുദ്ധിയായിരിക്കണം. മനുഷ്യനാണോ, ഗൃഹസ്ഥാശ്രമിയാണോ, നമുക്കെല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്തു പോകാനായിട്ട് ആ ഗുരുവെന്ന ശക്തിയുടെ കയ്യിൽ പിടിക്കണം, അല്ലേ? നമ്മളെ ഭഗവാൻ നമ്മൾ കയ്യിൽ പിടിച്ചാൽ നമ്മൾ വിട്ടേച്ചു പോകും. ഭഗവാനെ ദൈവമേ നീ എൻ്റെ കയ്യെ മുറുകെ പിടിച്ചോണേ. ഞാൻ പല വഴിക്കും പോവും, പല പ്രാർത്ഥനാ സംഘങ്ങളിലും പോവും. ഇവിടെ കിട്ടാത്ത എന്തോ എനിക്ക് അവിടെ കിട്ടും എന്നുള്ള ആ വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ ഒത്തിരി യാത്ര ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ ആൾക്കാരോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആരും ഇല്ലാതെ പോയി? നമ്മുടെ കോട്ടയം യൂണിയനിൽ ഈ ശ്രീനാരായണ ധർമ്മ പഠന കേന്ദ്രം വന്നതിന് ശേഷം നമ്മളിൽ എത്ര 3/4 പങ്കാളുകളും ഗുരുവിനെ വേണ്ട പോലെ അറിഞ്ഞു. അത് ഉറപ്പാണ്. ഇനിയും കുറച്ച് ഏതാനും വ്യക്തികൾ കൂടിയുള്ള ആ പാത പിന്തുടരാനുള്ളൂ. അവരും തനിയെ വരും. ഗുരുവിനെ അറിയേണ്ടതുപോലെ അറിയണം. ഗുരു ആരാണെന്ന് അനുഭവിച്ചറിയണം. പഞ്ചസാര കയ്യിൽ കൊടുത്തിട്ട് പഞ്ചസാര എന്താണെന്ന് ചോദിച്ചാൽ എന്താ കഴിച്ചെന്ന് ചോദിച്ചാൽ അതൊരു പഞ്ചസാരയാണ്. അതിൻ്റെ രുചി എന്താ? മധുരം. ആ മധുരത്തെ ഒന്ന് കാണിക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. ആ മധുരം അനുഭവിച്ചവർക്ക് മാത്രമേ അതറിയാൻ സാധിക്കുള്ളൂ. ശ്രീനാരായണ ഗുരുദേവനെ അനുഭവത്തിൽ കൂടി അറിഞ്ഞവർ മാത്രമേ ഉള്ളൂ ഓരോ പ്രഭാഷണവേദിയിലും സധൈര്യം ഭഗവാൻ ഇതാണെന്ന് പറയാൻ സാധിക്കത്തുള്ളൂ. ആ അനുഭവം ഇരിക്കുന്ന ഓരോരുത്തരിലും ഉണ്ടാകണം. അത് തീർച്ചയായിട്ടും നമ്മളിൽ സംഭവിക്കും. നമ്മൾ അതിനു വേണ്ടി ഇരുന്ന് കൊടുക്കുന്നില്ല, ഗുരുവിനെ ധ്യാനിക്കുന്നില്ല. ബോധാനന്ദ സ്വാമി പറയുന്നു, ധ്യാനത്തിൽ എൻ്റെ ഹൃദയം ലയമാർന്നിടട്ടെ. അത് അനുഭവമാണ്. നമ്മൾ ഈ ജപവും ധ്യാനവും മോട്ടിവേഷനും ഒക്കെ എവിടെയെല്ലാം കേൾക്കുന്നു. ഇത് ശ്രീനാരായണ ഗുരുദേവൻ്റെ ശിഷ്യന്മാർ ഓരോ കാര്യങ്ങളും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയില്ല. നമ്മൾ ഭഗവാനെ ധ്യാനിക്കാൻ ഒരു പീഠമിട്ടിരുന്ന് നമ്മൾ ശ്രീനാരായണ ഗുരുദേവനെ നെഞ്ചോട് ചേർത്ത് ഭഗവാന് എൻ്റെ ഗുരുവാണല്ലോ വഴികാട്ടിയും വെളിച്ചവും എല്ലാ ഗൈഡൻസും തരുന്ന എൻ്റെ ഗുരുദേവൻ ശ്രീനാരായണ ഗുരുദേവൻ എന്ന ആ തത്വത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ധ്യാനിക്കുന്നു. ഗുരുവേ അങ്ങൻ്റെ ദൈവമാണ്. നമ്മുടെ ആശാൻ കുമാരനാശാൻ നമ്മളോട് പറഞ്ഞു പരദൈവം. അത് ഉൾക്കൊള്ളുന്നവർ ഉൾക്കൊണ്ടാൽ മതി. നമ്മുടെ ഗുരു നമ്മുടെ ദൈവമാണ്. ശ്രീനാരായണ ഗുരുദേവനെ ധ്യാനിക്കാനിരുന്ന് നമ്മളൊരു അല്പസമയം ഒരു പീഠത്തിലിരുന്ന് ഭഗവാനെ ആ ഫോട്ടോയിൽ നിന്ന് അല്ലെ ആ പ്രതിമയിൽ നിന്ന് ആ അമ്പലത്തിലെ ആ ശക്തിയിൽ നിന്ന് അല്പസമയം നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ആവാഹിച്ച് നമ്മളിൽ വരുന്ന നേട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിക്കാതെ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പോകാതെ അല്പസമയം നമ്മളിലേക്കൊന്ന് ഇറങ്ങി വരും. നമ്മൾ ഇത് ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങളും വേണമെന്ന് ഓർത്തിട്ട് മാത്രമാണ് ഞാനിത് പറയുന്നത്. ഗുരുദേവനെ പറ്റിയും കൃതികളെ പറ്റിയും നമ്മൾ ഒത്തിരി അറിഞ്ഞു. ഇനി നമ്മൾ ധ്യാനിക്കാൻ പഠിക്കണം. നമ്മൾ ജപം കഴിഞ്ഞു, ഇനി നമ്മൾ ധ്യാനിക്കണം. നാമം ജപിച്ചു. ആദ്യം നമ്മൾ നാമം ചെല്ലാൻ പഠിച്ചു. നമുക്കറിയത്തില്ല എന്ന് നാമം ചെല്ലേണ്ടത് എങ്ങനെയാണെന്ന്. നമ്മൾ ഈ ധർമ്മ പഠന കേന്ദ്രത്തിൽ
ചെന്നതിന് ശേഷം ഓരോ കൃതികളും നമ്മൾ പഠിച്ചു. അതിനും ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബാലവേദിയിൽ പഠിപ്പിക്കാൻ വിളിച്ചപ്പോൾ എന്താണ് പഠിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരു ദൈവദശവും ഗുരുസ്തവവും മാത്രം നമുക്കറിയാം അല്ലേ, ഗുരു ഷഡ്കം അറിയാം. ഗുരു ഷഡ്കം എന്നുള്ള പേരൊക്കെ അന്നാണ് പഠിച്ചത്. അപ്പം നമ്മൾ ഇന്ന് എത്രമാത്രം ഉയരത്തിൽ ഗുരുവിനെ അറിഞ്ഞു. പക്ഷേ കടലിൻ്റെ അരികിൽ നിന്നിട്ട് ഇതാണ് കടലെന്ന് കാണിക്കുന്ന പോലെ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ഗുരുവിനെ ഒന്നും അറിഞ്ഞില്ല. തീരത്ത് കോലാതിരാശ തീരത്ത് നിന്ന് നമ്മൾ കാണുന്ന വ്യക്തി മാത്രമാണ് നമ്മളിപ്പോൾ. നമ്മൾ ആ കടലിലേക്ക് എടുത്ത് ചാടണം. അപ്പോൾ മാത്രമേ നമുക്ക് ആ രുചി അറിയാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഗുരുവിനെ ധ്യാനിക്കുന്നതും കൂടെ നമുക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിരിപ്പുണ്ട്. അപ്പം ഭഗവാന് ധ്യാനത്തിലേക്ക് നമുക്ക് അല്പസമയം കണ്ണുകളടച്ച് എല്ലാവരും വന്നിരുന്ന് നമുക്ക് അല്പസമയം ഗുരുവിനെ ഒന്ന് മനസ്സിൽ കാണാം. നട്ടെല്ലൊക്കെ നിവർത്തിയിരുന്ന് മനസ്സിൽ 3 പ്രാവശ്യം ശ്വാസം വലിച്ചങ്ങ് വിടുക. ആരും കണ്ണ് തുറക്കല്ലേ, ഞാൻ പറയുന്നത് കേട്ടിരുന്നോണം. ഭഗവാനെ ഹൃദയമാകുന്ന നമ്മുടെ ഹൃത്തടത്തിലൊരു താമര കാണുക. നമ്മുടെ ശാരദാംബ ഇരിക്കുന്ന താമര പോലൊരു താമര കാണുക. അതിലേക്ക് ശ്രീനാരായണ ഗുരുദേവനെ നമ്മളൊരു പീഠമിട്ട് പ്രതിഷ്ഠിക്കുക. മനസ്സിൽ കാണണം. വേറെ ചിന്തകളുടെ വഴിക്ക് ചിന്ത വരും. ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. ചിന്തകളാണ് നമ്മുടെ ഉള്ളിലുള്ളത്. ആ ചിന്തകളെ ഒരു ദൃഷ്ടാവിനെ പോലെ മാറി ഇങ്ങനെ കാണുക. പല ചിന്തകളും വന്നോട്ടെ. ഗുരുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഗുരു ഇങ്ങനെ വന്ന് നമ്മുടെ ആ പീഠത്തിലേക്ക് ഇരിക്കുകയാണ്. ആ പീഠത്തിലേക്ക് ഗുരു വന്ന് നോക്കും. ഇവിടെ എനിക്ക് ഇരിക്കാമോ? പുറത്തെ ശുദ്ധി മാത്രമേ ഉള്ളോ? അകത്ത് ശുദ്ധി ഉണ്ടോ? ശുദ്ധിയൊക്കെ? ശുദ്ധിയില്ലെങ്കിൽ വേഗം ശുദ്ധിയാക്കുക. ഭഗവാനെ അവിടുന്ന് എൻ്റെ ഹൃദയ കമലത്തിലേക്ക് എഴുന്നള്ളിയാലും. ഭഗവാൻ വന്നു കഴിഞ്ഞപ്പോൾ അതുവരെ ഹൃദയത്തിൽ ഒരു ഇരുട്ടായിട്ട് ഒരറയായിട്ട് ഇരുട്ടിൽ കിടന്ന നമ്മുടെ മനസ്സിലേക്ക് അതാ ഒരു പ്രകാശം. ആ പ്രകാശം നമ്മുടെ അനാഹത ചക്രത്തിൽ നിന്ന് നേരെ ആജ്ഞാചക്രത്തിൽ ഭ്രൂമധ്യത്തിൽ കൂടി ഇങ്ങനെ തിളങ്ങുന്നു. താഴോട്ടും മേലിലോട്ടും നമ്മളൊരു ശക്തി വരുന്നു. ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നു. ഭഗവാന്റെ പാദം കഴിയിക്കുന്നു. ഭഗവാനെ ഒരു നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ട് തുടപ്പിക്കുന്നു. ഭഗവാനെ നെറ്റിയിലൊരു ചന്ദനം ചാർത്തുന്നു. കഴുത്തിലൊരു മാല അണിയിക്കുന്നു. എല്ലാം മനസ്സിൽ കാണുക. മനസ്സൊരു വിസ്മയമാണ്. ആ മനസ്സിൽ കണ്ടാൽ ശ്രീനാരായണ ഗുരുദേവൻ നമ്മളിൽ വരും. നമ്മൾ വേറൊരു ശക്തിയുടെയും പുറകെ പോകരുത്. ഇന്ന് തീരുമാനമെടുക്കണം. ഭഗവാനാണ് ഞങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഈ അറിവായിട്ട് ഈ കസേരയിൽ ഇരിക്കാൻ സാധിക്കുന്നത്, ഏതെങ്കിലും സ്ഥാനത്ത് ആ സ്ഥാനം അലങ്കരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പരമഗുരു അവിടുത്തെ അനുഗ്രഹം മാത്രമാണ് ഞങ്ങളെ ഇതിന് പ്രാപ്തരാക്കി തന്നതിന്. ഭഗവാനെ നന്ദി. ആദ്യമേ വേണ്ടത് നന്ദിയാണ്. ഭഗവാനെ നന്ദി. പിണ്ടമായിരിക്കുമ്പോൾ തൊട്ടേ നന്ദി വേണം. ഇതെല്ലാം ഗുരു നമ്മളോട് പറഞ്ഞു. നമുക്ക് നന്ദിയില്ലാത്തവരാന്ന് നമ്മളെപ്പറ്റി ഒരു ശ്രുതിയുണ്ട്. അതെല്ലാം നമ്മൾ ഇന്നുകൊണ്ട് മാറ്റുകയാണ്. ഇന്ന് മുതൽ നമ്മൾ നന്ദിയുള്ളവരാണ്. ആരോടൊക്കെയാണ് നമ്മൾ നന്ദി പറയേണ്ടത്? നമ്മുടെ ആദ്യത്തെ ഗുരുവായ നമ്മുടെ മാതാവിനോട്. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്ത പാപങ്ങളെല്ലാം പുറത്ത് തരണേ അമ്മേ. ആ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കുക. അതിനുശേഷം നമ്മുടെ പിതാവിനോട് നമ്മൾ എന്തെങ്കിലും തെറ്റ് വാക്കാലോ പ്രവൃത്തിയാലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മാപ്പ് അപേക്ഷിക്കുക.
അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങൾ നമുക്കുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ജീവിച്ചിരിപ്പുണ്ടെങ്കിലും ജീവിച്ചിരിപ്പില്ലെങ്കിലും അവരെ എവിടെയായിരുന്നാലും അവരോട് നമ്മൾ ക്ഷമ ചോദിക്കുക. പിന്നെ വേണ്ടതാണ് മാതാപിതാ ഗുരു. നമ്മുടെ ശ്രീനാരായണ ഗുരുവിനോട് നമ്മൾ എന്തെല്ലാം തെറ്റ് ചെയ്തു ഭഗവാനെ, അവിടുത്തെ അറിയാതെ പല ദൈവങ്ങളുടെയും പുറകെ ഞങ്ങൾ പോയി. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരനെന്ന് ശ്രീനാരായണ ഗുരു ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞില്ല. ഭഗവാനെ ഞങ്ങളോട് ക്ഷമിക്കണേ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെ ചെയ്ത പാപങ്ങളെല്ലാം പൊറുക്കണേ. ഇന്ന് മുതൽ ഞങ്ങൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ഭക്തരും ഭഗവാനെ അറിയുന്നവരും അനുഭവിക്കുന്നവരുമായി മാറിയിരിക്കുന്നു. അതിനുശേഷമാണ് ദൈവത്തെ വിളിക്കുന്നത്. ആ ദൈവത്തെ കാട്ടിത്തന്ന ഗുരുവാണ് നമ്മുടെ ശ്രീനാരായണ ഗുരു. അങ്ങനെ എല്ലാവരോടും കാലേ തൊട്ട് വന്നിച്ച് ക്ഷമ ചോദിക്കണം. നമുക്ക് നന്ദിയും വേണം, നമുക്ക് ക്ഷമയും വേണം. ആരോടൊക്കെ നമ്മൾ നന്ദി പറയാതെ ഉണ്ടോ ഈ ലോകത്ത്, നമ്മളോട് നന്ദി കാണിച്ചവരോട് നമ്മൾ നന്ദികേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരോടെല്ലാം നമ്മൾ മനസ്സുകൊണ്ട് നന്ദി പറയുക. ആരൊക്കെ എൻ്റെ ഈ ജീവിതത്തിൽ എന്നെ ഉയർത്തിക്കൊണ്ട് വന്ന് എന്നെ കുഞ്ഞിലേ മുതലേ പഠിപ്പിച്ചുകൊണ്ട് വന്ന ഗുരുനാഥന്മാർ, നമുക്ക് സ്നേഹം തന്നവർ, എല്ലാവരോടും നന്ദി പറയുക. അതിനുശേഷം നമ്മൾ എന്തെങ്കിലും തെറ്റ് ആരോടെങ്കിലുമൊക്കെ മനസ്സറിഞ്ഞു അറിയാതെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകൾക്കെല്ലാം ക്ഷമ പറയുക. ഭഗവാനെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാകണമെങ്കിൽ ഞങ്ങൾ മറ്റുള്ളവരോട് ചെയ്ത പാപങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ കയറി വരുന്നത്. ഇനി അതുണ്ടാകില്ല. ഞങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്, ഞങ്ങളുടെ മനസ്സിൽ പാപമില്ല. രോഖൗഖാഖ ഖന അനിലായുധമിതം പ്രാതപ്രഗേയ പടൻ. ഭദ്രകാളി അഷ്ടകത്തിൽ അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, രോഗവും പാപവും എല്ലാം കാറ്റായിട്ട് വന്ന് പറത്തിക്കളഞ്ഞ ഭഗവാനെ, ഞങ്ങളുടെ മനസ്സിൽ ഇനി ഒരു കാറും കോളും ഒന്നുമില്ല. ഞങ്ങൾ ശാന്തരായി, ഞങ്ങൾ സന്തോഷവാന്മാരായി, സന്തോഷവതികളായി, ഞങ്ങൾക്ക് വേണ്ടുന്ന ധനവും ആയുസ്സും ആരോഗ്യവും എല്ലാ സമ്പത്തും എല്ലാ ജീവിത സൗഭാഗ്യങ്ങളും തന്നുകൊണ്ടിരിക്കുന്ന ശ്രീനാരായണ ഗുരുദേവനെ ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞു, മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന്. അപ്പോൾ നമ്മൾ ഒരു നെഗറ്റീവും ചിന്തിക്കേണ്ട. നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോയാലും, നമ്മുടെ ഭർത്താവ് എവിടെ പോയാലും, നമ്മൾ ആർക്കും, നമ്മുടെ അച്ഛൻ എവിടെ പോയാലും, നമ്മുടെ അമ്മ എവിടെ പോയാലും നമ്മൾ ആർക്കും കാവലിരിക്കേണ്ട. നമ്മളെല്ലാം അത് ഭഗവാനിൽ ഏൽപ്പിച്ചു. ഇനി അവരെ ഓർത്തൊന്നും നമ്മൾ വിഷമിക്കരുത്. വിഷമത്തോടെ നെഗറ്റീവ് ചിന്തിച്ചിട്ടാണ് നമുക്ക് സങ്കടം വരുന്നത്. ആരെവിടെ പോയാലും അവർ തിരിച്ചു വരും. അതിന് ആദ്യമേ ഭഗവാനെ എല്ലാം ഏൽപ്പിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ നമുക്ക് ജീവിക്കാം. അപ്പോൾ ഭഗവാൻ ഇതെല്ലാം കേട്ടു. സന്തോഷത്തോടെ ആ പാദത്തിൽ കുമ്പിട്ട് കിടക്കുന്ന നമ്മളെ ഭഗവാൻ ഒന്ന് കൈ ഉയർത്തി നമ്മുടെ താടി ഒന്ന് പൊക്കി മുഖത്തോട്ട് നോക്കിയിട്ട് നമ്മുടെ തലയിൽ കൈ വെച്ച് അനുഗ്രഹിക്കുക. ഭഗവാനെ നന്ദി നന്ദി നന്ദി. ഞങ്ങൾ ചോദിക്കാൻ വന്നുപോയ കാര്യങ്ങളെല്ലാം മറന്നുപോയി. ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവിടുന്ന് തരുന്നുണ്ടല്ലോ. ഇനി ഒന്നും ഞങ്ങൾക്ക് ചോദിക്കാനില്ല, എല്ലാം ഞങ്ങളിൽ കിട്ടി. നന്ദി 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 ഭഗവാനെ, നന്ദി നന്ദി നന്ദി. ആ കൈയൊക്കെ ഒന്ന് കൂട്ടിത്തിരുമ്മി കണ്ണേ വെച്ച് അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളൊക്കെ ചത്തുപോയി കേട്ടോ. നമ്മൾ പുതിയ പുനർജന്മത്തിലേക്ക് വന്നു, നമ്മൾ പുതിയ മനുഷ്യരായി മാറി. ഇനി നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും ശ്രീനാരായണ ഗുരുദേവൻ കണ്ണു തുറന്ന് നമ്മളെ നോക്കുന്നത് കണ്ടുകൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന ആ അനുഭവം ഫീൽ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാം. എന്നെ ഇവിടേക്ക് ക്ഷണിച്ച എൻ്റെ നാത്തൂനും എൻ്റെ ഇവിടുത്തെ കുമാരനാശാൻ കുടുംബയോഗത്തിലെ കൺവീനർക്ക്, ജോയിൻറ്റ് കൺവീനർക്ക്, ഇവിടെ കൂടിയിരിക്കുന്ന ഓരോ എൻ്റെ ശ്രീനാരായണിയർക്കും, എൻ്റെ സഹോദരി സഹോദരങ്ങൾക്കും, പിന്നെ ബിബിൻ ഷാൻ, പിന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും, സെക്രട്ടറിക്കും
എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഗുരുവിൻ്റെ അനുഗ്രഹം വേണ്ടുവോളം നിങ്ങളിൽ ഉണ്ടാകട്ടെ. എനിക്ക് ഇങ്ങോട്ട് പോരുന്നതിന് മുമ്പ് തന്നെ നെറ്റിയിൽ ഒരു മുഴ പോലെ വന്നു ഇന്നലെ. അപ്പം ഞാൻ ഓർത്ത് ഭഗവാനെ അതെന്നെ ബാധിക്കില്ല, എൻ്റെ ഇവിടെ ഇങ്ങനെ തുടുത്ത പോലെ നീര് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് പരീക്ഷണങ്ങളാണ് അല്ലേ, പ്രകൃതി ചുഴറ്റിടും. അപ്പോൾ ആ പ്രകൃതി ചുഴറ്റിയിൽ ആ മായയിൽ ഞാൻ പെട്ടില്ല. ഇല്ല, ഞാനിന്നും എനിക്കറിയാവുന്ന കാര്യം ഗുരു എന്നോട് പറയും. ഞാനൊന്നും പ്രിപ്പറേഷനോടെ വന്നതല്ല, എല്ലാവരും പറയുന്ന പോലെ തന്നെ ആണെന്ന് വിചാരിക്കേണ്ട. എനിക്കൊന്നും അറിയില്ല. സത്യമായിട്ടും ഗുരു എന്താണോ പറയുന്നത് അത് മാത്രമാണ് ഇപ്പം എൻ്റെ നാവിൽ കൂടെ വന്നത്. ആ വാണികളെ ശ്രവിക്കാൻ വന്ന നിങ്ങൾ ഓരോരുത്തരെയും പാദങ്ങളെ നന്ദിയോടെ നമസ്കാരം ചെയ്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവനിലേക്ക് എൻ്റെ വാക്കുകളെ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം വിജയിക്കട്ടെ. യോഗത്തിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്.